യൗവനതീക്ഷ്ണമായ സംഘടനാ പ്രവർത്തനത്തിന്റെ ജ്വലിക്കുന്ന ഓർമ്മകൾ ബാക്കിയാക്കി മുതിർന്ന CPIM നേതാവും കോഴിക്കോട് മുൻ മേയറുമായിരുന്ന TP ദാസൻ വിടചൊല്ലി. 76 വയസ്സായിരുന്നു പ്രായം. ഇന്നലെ രാത്രി 11:30 കോഴിക്കോട്ടെ സഹകരണ ആശുപത്രിയിലായിരുന്നു അന്ത്യം. രോഗബാധയെ തുടർന്ന് ഏറെ നാളായി അശോകപുരത്തെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഇന്നലെ അസുഖം മൂർച്ഛിച്ചതോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. നിലവിൽ CPIM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗമാണ്. 1992-94 കാലയളവിലാണ് കോഴിക്കോട് മേയറായി സേവനമനുഷ്ഠിച്ചത്. കോഴിക്കോട് ജില്ലയിൽ പാർട്ടി കെട്ടിപ്പടുക്കുന്നതിൽ മുൻനിരയിൽ പ്രവർത്തിച്ച നേതാവാണ് TP ദാസൻ. KSYF-ന്റെയും KSF-ന്റെയും സംസ്ഥാന നേതൃത്വത്തിൽ പ്രവർത്തിച്ച TP ദാസൻ DYFI പ്രഥമ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. പിന്നീട് സംസ്ഥാന സെക്രട്ടറിയായും പ്രവർത്തിച്ചു. 1967 CPM അംഗമായ TP ദാസൻ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം, കോഴിക്കോട് മണ്ഡലം കമ്മിറ്റി അംഗം, ടൗൺ ഏരിയ സെക്രട്ടറി തുടങ്ങിയ ഒട്ടേറെ സ്ഥാനങ്ങൾ വഹിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് കോഓപ്പറേറ്റീവ് അർബൻ ബാങ്ക് ചെയർമാനും കേരള അർബൻ ബാങ്ക് ഫെഡറേഷൻ ചെയർമാനുമായിരുന്നു. 1996 മുതൽ 2001 വരെ നഗരാസൂത്രണ സ്ഥിരം സമിതി ചെയർമാനും LDF കൗൺസിൽ പാർട്ടി നേതാവുമായിരുന്നു. 1950 ജൂൺ 1 കൊയിലാണ്ടിയിലാണ് TP ദാസൻ ജനിച്ചത്. കാരയാട് LP, കൽപ്പത്തൂർ UP, മേപ്പയ്യൂർ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായിരുന്നു വിദ്യാഭ്യാസം. തുടർന്ന് കോഴിക്കോട് ഫിസിക്കൽ എഡ്യൂക്കേഷനിൽ ഡിപ്ലോമ നേടി. പഠനശേഷം തളി ഗവൺമെന്റ് UP സ്കൂളിൽ താൽക്കാലിക കായികാധ്യാപകനായി ജോലി ചെയ്തു. 1973 അധ്യാപക സമരത്തിൽ ജയിലിലായതോടെ ജോലി നഷ്ടമായി. കുറ്റ്യാടി സ്വദേശിയായ അഡ്വക്കേറ്റ് ശങ്കരന് ശേഷം ഗ്രാമീണ മേഖലയിൽ നിന്ന് കോഴിക്കോടിന്റെ നഗരപിതാവായി മാറിയ വ്യക്തിയാണ് TP ദാസൻ. കോൺഗ്രസ് ഐയിലെ C കൃഷ്ണൻകുട്ടിയെ 16 വോട്ടിന് പരാജയപ്പെടുത്തിയാണ് TP ദാസൻ കോഴിക്കോട് മേയർ സ്ഥാനത്തെത്തിയത്. മികച്ച സഹകാരി, കായിക സംഘാടകൻ തുടങ്ങിയ മേഖലകളിലും തിളങ്ങിയ TP ദാസൻ സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ അധ്യക്ഷൻ, ഉപാധ്യക്ഷൻ, KTDC ഡയറക്ടർ, കലാ പ്രസിഡന്റ് തുടങ്ങിയ സ്ഥാനങ്ങളും നിർവഹിച്ചിട്ടുണ്ട്.